ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കക്കാട് എക്കോ ടൂറിസമാണ്. നമ്മൾ ഈങ്ങാപ്പുഴയ്ക്ക് അടുത്താണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഫോറസ്റ്റ് ഓഫീസൊക്കെ കണ്ട് ഈ സൈഡിൽ കൂടെയുള്ള വഴിയിലൂടെ വേണം നമ്മൾ കയറാൻ. അപ്പം നമ്മൾ പോകുമ്പോൾ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ കാണും. മഴവെള്ളപ്പാച്ചിൽ വരുന്ന സ്ഥലമായതുകൊണ്ട് അതിൻ്റേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളത് ഫോളോ ചെയ്യണം. പിന്നെ നമ്മൾ കാടിനകത്തേക്ക് നടക്കുകയാണ്. വളരെ ബ്യൂട്ടിഫുൾ ആണ്. ഭയങ്കര നൈസ് സൗണ്ടും കിളികളുടെ ശബ്ദം, പ്രാണികളുടെ ശബ്ദം. അപ്പോൾ അങ്ങനെ നമ്മൾ ആദ്യം വാക്കിംഗ് പോയിൻ്റ് കാണും, ജംഗിൾ വാക്കിൻ്റെ. ഞാൻ ജംഗിൾ വാക്കിന് അങ്ങോട്ട് കയറാതെ നേരെ പോയി ഒരു അടിപൊളി വ്യൂ കണ്ടു. അത് നിങ്ങളെ കാണിക്കണം വിചാരിച്ചു. ഇത്ര സമ്മറിലും അരുവിയുണ്ട്, അരുവിയിൽ വെള്ളം ചാടുന്നുണ്ട്, അതും നല്ല തണുത്ത കാറ്റുണ്ട് ഗൈസ്. അതാണ്, അത്രയും ചൂടത്തു നിന്നാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഭയങ്കര റിഫ്രഷിങ്, റീജുനേറ്റിംഗ് ആണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ നടന്നപ്പം നമ്മളൊരു അരുവി ക്രോസ് ചെയ്യുകയാണ്. ഭയങ്കര എന്താ പറയുക, വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് കളിക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്. ഭയങ്കര തണുപ്പുണ്ട്. പിന്നെ കുറേ നേരം അവിടെ കളിച്ചു. ദാറ്റ് കാടിൻ്റെ ശബ്ദം, സൈലൻസ്, വെള്ളത്തിൻ്റെ ഒച്ച, ഇതെല്ലാം ഭയങ്കര അടിപൊളി ഒരു ഫീലാണ്. മീനി വരുന്നു ഇപ്പോൾ കുറച്ച്. അതെ ഗൈസ്, അങ്ങനെ മീനിനൊക്കെ കണ്ട് നല്ലൊരു ഫിഷ് സ്പായൊക്കെ എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് ഞാൻ മുകളിൽ കയറിയത്. അപ്പോൾ അവിടെ നോക്കുമ്പം കണ്ടു ഒരു ബണ്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് ഇറങ്ങി കുളിക്കാനൊക്കെ ഉള്ള സൗകര്യമുണ്ട്. അപ്പോൾ ഞാൻ പോയത് സമ്മറിലായതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം കെട്ടി കിടക്കുന്നതുകൊണ്ട് ഇറങ്ങി കുളിക്കാൻ പറ്റില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടുന്ന് കുറച്ച് പൂക്കളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഫോട്ടോ എടുത്തു. മഷ്റൂംസൊക്കെ ഫോട്ടോ എടുത്തു. അങ്ങനെ വീണ്ടും കാട്ടിലൂടെയൊക്കെ നടന്ന് നല്ലോണം എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു. ഒരു പെർഫെക്റ്റ് വൺ ഡേ പിക്നിക് സ്പോട്ടാണ്. കുറച്ചുകൂടി നടന്നപ്പോൾ എഗെയിൻ നല്ലൊരു വ്യൂ കണ്ടു. ലൈക്ക് നല്ലൊരു വെള്ളച്ചാട്ടം, താഴെ കൂടെ വെള്ളം ഒഴുകുന്നു, അങ്ങനെ നല്ലൊരു വ്യൂ പോയിന്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇനിയും മുകളിലേക്കൊക്കെ നടന്ന് കയറാനൊക്കെ പറ്റും. പിന്നെ ഈ ഒരു സ്പോട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പെർഫെക്റ്റ് പിക്നിക് സ്പോട്ടാണ്. ഫാമിലി ആയാലും ശരി, കപ്പിൾസ് ആയാലും ശരി, അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യുക. ഒരു തരത്തിൽ ആനിമൽ അറ്റാക്കോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല. പിന്നെ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഗാർഡ്സിൻ്റെ റെസ്ട്രിക്ഷൻസോ അങ്ങനെയൊന്നുമില്ല. നമുക്ക് ശരിക്കും ഒരു കാട്ടിനുള്ളിൽ കൂടെ നടന്ന് എൻജോയ് ചെയ്ത് ഇറങ്ങി വരാം. അതാണ് നല്ല അടിപൊളി ഫോട്ടോ എടുക്കാൻ പറ്റിയ സ്പേസും കൂടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്യാം, നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അപ്പോൾ നമ്മുടെ സ്ഥലം മറക്കണ്ട, കക്കാട് എക്കോ ടൂറിസമാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ദിസ് ഇസ് മീ അഞ്ജന സൈനിങ് ഓഫ്. സോ സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ചപ്പുചവറ്. ബൈ ബൈ.